മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഇഡിക്ക് ഇൻവോയ്സ് ഇല്ലാതെ വീണ CMRൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. CMRൽ കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചതിനും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കേസിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇഡി ചോദ്യം ചെയ്തേക്കും. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വീണ ടി 45 ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇൻവോയ്സ് നൽകുന്നതിനു മുൻപാണ് പണം കൈമാറിയത്. വീണയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണമുണ്ട്. ഈ കമ്പനിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. അഡ്ജുക്കേറ്റീവ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇഡി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. CMRലിന്റെ തട്ടിപ്പ് രീതികളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ചരക്ക് നീക്കത്തിന്റെ ചെലവെന്ന പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയും പിന്നാലെ പണം പിൻവലിച്ച് CMRലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകുകയും ചെയ്യുന്നതാണ് ശശിധരൻ കർത്തയുടെ രീതി. ഇതിന് ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷനും ലഭിച്ചിരുന്നു. 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് CMRൽ നടത്തിയിട്ടുള്ളത്. CMRൽ കമ്പനിയിൽ നിന്ന് കർത്തയുടെ കുടുംബസ്ഥാപനമായ നിപുണയിലേക്ക് പണം കൈമാറിയതിനും തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. 90 കോടി രൂപ ഇത്തരത്തിൽ നിപുണയിലേക്ക് മാറ്റിയെന്നാണ് കണ്ടെത്തൽ. കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും ഇഡി നീക്കം നടത്തുന്നുണ്ട്. വീണയുടെ സ്വത്തുക്കളും കണ്ടുകെട്ടിയേക്കും. അമൃത ന്യൂസ്, കൊച്ചി.